ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ഉള്ള അപ്രോച്ചുകളാണ്. രണ്ടാമത്തെ തിയറിയാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി അല്ലെങ്കിൽ NOI തിയറി എന്ന് പറയുന്നത്. ഈ ഒരു തിയറി പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നതും ഡ്യൂറൻ്റ് തന്നെയാണ്. ഇത് നേരത്തെ നമ്മൾ പഠിച്ച നെറ്റ് ഇൻകം തിയറിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു തിയറിയാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു തിയറി നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ എഴുതേണ്ട പോയിന്റുകൾ മാത്രമാണ് ഒന്ന് മാർക്ക് ചെയ്ത് തരുന്നത്. അക്കോർഡിംഗ് ടു NOI തിയറി, എനി ചേഞ്ച് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡസ് നോട്ട് അഫക്റ്റ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ കമ്പനി ആൻഡ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ആദ്യം പഠിച്ച തിയറി പ്രകാരം നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് കൂടുതൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കാന്നാണ് പറഞ്ഞത്, ഫേമിൻ്റെ വാല്യൂ കൂട്ടാനും ഓവറോൾ കോസ്റ്റ് കുറയ്ക്കാനും സാധിക്കുന്നു എന്നാണ് ആദ്യത്തെ തിയറിയിൽ പറഞ്ഞത്. ഇനി രണ്ടാമത്തേക്ക് എത്തുമ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ അങ്ങനെ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇത്ര ശതമാനം ഡെപ്റ്റ്, ഇത്ര ശതമാനം ഇക്വിറ്റി, അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. അത് എന്ത് തന്നെയാണെങ്കിലും ആ ഒരു ഓവറോൾ കോസ്റ്റ് റിമെയിൻ സെയിം. ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട് കേട്ടോ, ഡെറ്റിൻ്റെ റേഷ്യോ പറയുന്നുണ്ട്. അതായത് പകുതി ഇക്വിറ്റിയും പകുതി ഡെറ്റും ആവാം. അതുപോലെ തന്നെ കാൽഭാഗം ഇക്വിറ്റിയും മുക്കാൽ ഭാഗം ഡെറ്റും ആവാം. മുക്കാൽ ഭാഗത്ത് ഇക്വിറ്റിയും കാൽഭാഗം ഡെറ്റും ആവാം. അല്ലെങ്കിൽ 40-60 റേഞ്ചിലോ, അങ്ങനെ എന്ത് റേഷ്യോ വേണമെങ്കിലും നിങ്ങൾ എടുത്തുകൊള്ളൂ. പക്ഷേ ഓവറോൾ കോസ്റ്റ് എന്ന് പറയുന്നത് ആ ക്യാപിറ്റലിൻ്റെ എപ്പോഴും റിമെയിൻ സെയിം, ഒരേപോലെ ആയിരിക്കും. അല്ലാണ്ട് ഇതെടുക്കുന്നതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഡെറ്റ് കൂടുന്ന സമയത്ത് ഓവറോൾ കോസ്റ്റ് കുറയ്ക്കാം, വാല്യൂ കൂട്ടാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ എന്ത് ഇത് വന്നു കഴിഞ്ഞാലും ആ ഒരു കോസ്റ്റ് സെയിം ആയി തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഒന്നില്ല എന്നാണ് പറയുന്നത്. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, ഏതൊരു സ്ട്രക്ചറിലാണോ നമ്മുടെ കമ്പനിയുടെ വാല്യൂ കൂട്ടാൻ പറ്റുന്നത്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് കൂട്ടാൻ പറ്റുന്നത്, കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്നത്, അതിനെ ഉൾക്കൊള്ളാനാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു സ്ട്രക്ചർ ഇല്ല എന്നാണ്. അല്ലെങ്കിൽ ഏത് കോമ്പിനേഷനിൽ എടുത്താലും ആ കോസ്റ്റ് ഉണ്ടാവുന്ന അതേപോലെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു തിയറിയിൽ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുത്തിയാലും അതൊന്നുമല്ല ഒരു കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂവിനെയും ഓവറോൾ കോസ്റ്റിനെയൊന്നും തീരുമാനിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾ ഇതിൽ മെയിനായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അസംഷൻസ് ആണ്. അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാനിവിടെ ക്ലാസ് എടുക്കുന്നത്. അല്ലാതെ അതിനുള്ളിലുള്ള കാര്യങ്ങൾ ഇത്രയും കുറഞ്ഞ സമയത്ത്